അപ്പോൾ ഈ ശാസ്ത്രീയ തെളിവ് ശേഖരണം അടക്കമുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം എങ്ങനെയായിരിക്കും? ഇതിലേറ്റവും പ്രധാനം ശാസ്ത്രീയ തെളിവുകൾ തന്നെയാണ്. കാരണം 2017 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യം ശബരിമല സന്നിധാനത്തുണ്ട്. അയാൾ അതിനു മുൻപേ സന്നിധാനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നു. വളരെ മെല്ലെ അയാളൊരു നീരാളിപ്പിടുത്തം അവിടെ പിടിച്ചിരുന്നു. അതിന്റെ മൂവ്മെന്റ്സ് എല്ലാം വളരെ പതുക്കെയായിരുന്നു. പെട്ടെന്നാണ് പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അയാൾ അവിടെ സ്വാധീനം ഉറപ്പിച്ചത്? അയാളുടെ സ്വാധീന വലയത്തിൽ ആരൊക്കെയുണ്ട്? മാത്രമല്ല, ഇപ്പോൾ SIT ഇട്ടിരിക്കുന്ന FIR-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് പുറത്തു നിന്നുള്ള ഒരു വ്യക്തി പ്രതിയായിട്ടുള്ളത്. ബാക്കിയെല്ലാം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട സംഗതികൾ നടന്നത് 2019 ജൂലൈയിൽ ഈ സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് പോകുന്നു, അത് തിരികെ കൊണ്ടുവരുന്നു. അതിനിടയിലുള്ള ദിവസങ്ങൾ, അതിനുശേഷം വീണ്ടും ഈ പീഠം മാറ്റാനുള്ള ഇടപാടുകൾ നടക്കുന്നു 2020-ൽ. അതിനുശേഷം 2024 മുതൽ വീണ്ടും ഈ പാളി കൊണ്ടുപോകാനുള്ള കത്തിടപാടുകൾ നടക്കുന്നു. 2025-ൽ അത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ മുരാരി ബാബു, രണ്ടാം പ്രതി മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരും തമ്മിൽ എന്തൊക്കെ ഇടപാടുകളാണ് നടന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ശാസ്ത്രീയ പരിശോധന അത് നേരത്തെ തന്നെ നമ്മൾ മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയിരുന്നതാണ്. SIT ഈ കേസ് ഏറ്റെടുത്ത ശേഷം തൊട്ട് രണ്ടാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. അതായത് അവർ ആദ്യം ചെയ്തത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഉദ്യോഗസ്ഥരുടെയും ഫോൺ കോൾ രേഖകൾ CDR കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണ വിവരങ്ങൾ തേടുകയാണ് ചെയ്തത്. അപ്പോൾ അത് വെച്ച് ഓരോ സന്ദർഭങ്ങളിലും ഇവർ എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടു, ആരെയൊക്കെ ബന്ധപ്പെട്ടു, കൂടുതൽ ലിങ്കുകൾ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇനി കോടതിയിൽ ശാസ്ത്രീയ തെളിവുകളായി വരാൻ പോകുന്നത്. മാത്രമല്ല, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പരിശോധന അത് നിർണായകമാണ്. സ്മാർട്ട് ക്രിയേഷൻസ് ആദ്യം ആവശ്യപ്പെട്ടിരുന്നവർക്ക് ഈ നേരത്തെ സ്വർണം പതിപ്പിച്ചിരുന്ന ഒരു ചെമ്പ് അത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ അത് ഉരുക്കി സ്വർണം വേർപെടുത്തി എടുക്കാനുള്ള സംവിധാനമില്ല എന്നുള്ളതാണ്. പിന്നീട് പങ്കജ് ഭണ്ഡാരി ദേവസ്വം വിജിലൻസിന് മുൻപിൽ എത്തുമ്പോൾ മൊഴി കൊടുത്തത് ഞങ്ങൾ അത് ഉരുക്കി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ മൊഴിക്ക് വിരുദ്ധമാണ് രണ്ടാമത് പറഞ്ഞ മൊഴി. അതായത് അത് ഔദ്യോഗികമായ മൊഴിയല്ല. ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഔദ്യോഗിക പ്രതികരണത്തിന് വിരുദ്ധമായിരുന്നു പങ്കജ് ഭണ്ഡാരി ഒരു ഏജൻസിക്ക് നൽകിയ, അന്വേഷണ ഏജൻസിക്ക് നൽകിയ മൊഴി. അപ്പോൾ പ്രധാനമായും സ്മാർട്ട് ക്രിയേഷൻസിൽ നടന്ന പരിശോധന ഇവർ ഈ പറയുന്നത് പോലെയുള്ള സ്വർണം വേർപെടുത്താനൊക്കെയുള്ള ടെക്നോളജി ഉണ്ടോ എന്നുള്ളതാണ്. അതിനുള്ള ടെക്നോളജി സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈയിൽ ഇല്ലെങ്കിൽ സ്വാഭാവികമായും ഹൈദരാബാദിൽ വെച്ച് ഇത് നടന്നു എന്നുള്ളതാണ്. ഹൈദരാബാദിൽ വെച്ച് നടക്കുമ്പോൾ അവിടെ സംശയിക്കാവുന്ന ഒരു സ്ഥലം മന്ത്രയാണ്. അത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ സഹോദര സ്ഥാപനമാണ്, ഒരേ ഉടമയുടെ മറ്റൊരു സ്ഥാപനമാണ്. പക്ഷേ മന്ത്ര എന്ന് പറയുന്ന ഒരു ഷോറൂമാണ്. അപ്പോൾ അതിനു അനുബന്ധമായ ഒരു ഫാക്ടറി ഉണ്ടോ? അവിടെ പ്രധാനമായും ചെമ്പ് ഉൽപ്പന്നങ്ങളാണ് അവർ വിൽക്കുന്നത്, ചെമ്പും ബ്രാസുമാണ്. അപ്പോൾ അത്തരം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറി എവിടെയാണ്? ഹൈദരാബാദിൽ. അത് അന്വേഷിക്കുമ്പോൾ അവിടെയാണോ നാഗേഷിന്റെ ലിങ്ക് വരുന്നത്? അപ്പോൾ നാഗേഷിനെയും അതിനുശേഷം പിന്നീട് കൽപേഷിനെയും ഒക്കെ കണക്ട് ചെയ്യാനും ശാസ്ത്രീയ തെളിവുകളാണ് ആവശ്യം. അപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ പരമാവധി ഇവരയച്ച സന്ദേശങ്ങൾ, ഇമെയിൽ സന്ദേശങ്ങൾ, അതിനുശേഷമുള്ള ഇവരുടെ മൂവ്മെന്റ്സ് അതെല്ലാം ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ടതാണ്. ഏതായാലും സംസ്ഥാനത്തെ ഏറ്റവും സമർത്ഥരായ ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ ശശിധരൻ അദ്ദേഹം സന്നിധാനത്തായിരുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അവിടെ ഒരു സമാന്തരമായി സന്നിധാനം തുടരുകയാണ്. അപ്പോൾ അത്രയും ശാസ്ത്രീയമായ, അത്രയും ടൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രക്ഷപ്പെടാൻ ഏതെങ്കിലും തരത്തിലുള്ള നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെയാണ് അയാളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ എന്തിനയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം വ്യക്തമായി. ആ FIR-ന് അപ്പുറം കുറച്ചുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊണ്ട് ഈ മണിക്കൂറുകളിൽ എവിടേക്കൊക്കെ സഞ്ചരിച്ചു എന്നുള്ളത് കോടതി അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ശാസ്ത്രീയമായ തെളിവുകൾ തന്നെയാണ് നിർണായകമാവുന്നത്. അതാണ് ഇന്ന് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുത്തു കഴിയുമ്പോൾ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിനപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശേഷം ആരൊക്കെയാണ് ഇനി വലയിലേക്ക് വരാനുള്ളത്? അത് മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരാണോ? അതോ ഇപ്പോഴും അജ്ഞാതരായിരിക്കുന്ന ചില മുഖങ്ങൾ ഇതിന് പിന്നിലുണ്ടോ? എവിടെയാണ് ആ യഥാർത്ഥ സ്വർണ്ണപ്പാളി? അതല്ലെങ്കിൽ അത് ഉരുക്കിയെടുത്ത സ്വർണ്ണക്കട്ടി എവിടെയാണ്? അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുമ്പോൾ പുതിയ പുതിയ മുഖങ്ങൾ തെളിഞ്ഞു വരുമോ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ വില്ലന്മാരായി എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള മണിക്കൂറുകളിൽ കാത്തിരിക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടെ നിന്ന് റാന്നിയിലേക്ക് കൊണ്ടുപോകുന്നത് വരെ.
തീർച്ചയായും അങ്ങനെ നിർണായകമായ പല വിവരങ്ങളും ഇനിയും ലഭ്യമാകാനുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ അർദ്ധരാത്രിയിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആ ചോദ്യം ചെയ്യൽ തന്നെ ആരിലേക്കൊക്കെ ഇനി അന്വേഷണ സംഘം എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അവർ ഇപ്പോൾ തന്നെ വരുത്തിയിട്ടുണ്ടാകും. ആരുടെയൊക്കെ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട്, തുറന്നു പറഞ്ഞിട്ടുണ്ട് അന്വേഷണ സംഘത്തോട് എന്ന കാര്യത്തിലൊക്കെ വരും മണിക്കൂറുകളിൽ മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഏറെക്കുറെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി പോറ്റി ഇഞ്ചക്കല്ലി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് തിരികെ എത്തിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്നാണ് റാന്നിയിലെ കോടതിയിലേക്ക് കൊണ്ടുപോവുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള അപേക്ഷ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കാനാണ് നീക്കം നടത്തുന്നത്. അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായി വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം തുടരന്വേഷണം നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.